ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഫോർ വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള വേറെ ഒരു ഫോണല്ല, നമ്മുടെ S24 അൾട്രയാണ്. അപ്പം ഇത് നമ്മുടെ S25 വെച്ചപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ കാണുന്ന പോലെ നമ്മുടെ സൈഡൊക്കെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇത് പഴയതാണ്, ഞാൻ പറയുന്നത് പുതിയ മോഡലിന് ഫ്ലാറ്റ് ഇങ്ങനത്തെ സൈഡ് ഷാർപ്പൊന്നുമല്ല, റൗണ്ട് കോർണേഴ്സ് വരും. പിന്നെ ഡിസ്പ്ലേക്ക് വ്യത്യാസമൊന്നും വലുതായിട്ടില്ല. അപ്പം ഇങ്ങനത്തെ രീതിയിലാണ് വരുന്നത് നമ്മുടെ മോഡൽ. ഏകദേശം കണ്ട് ഇതേപോലെ ഇരിക്കും നമ്മുടെ പുതിയതാണ് S25 അൾട്ര. ഏകദേശം ഇതേപോലത്തെ സൈഡൊക്കെ ഇങ്ങനെ കർവായിട്ട് വരും. പിന്നെന്താ പറയാനുള്ളത്, നമ്മുടെ S25 പാൻ ഓടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ S25 അൾട്രയിലെ പെന്നൊക്കെ എന്താ പറയുക, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അവന്മാർ എടുത്ത് കളഞ്ഞു. എന്താണെന്ന് അറിയണം അവന്മാർ പറയുന്നതെന്ന് വെച്ചാൽ വളരെയധികം ആരും യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ബാക്ക് കാണുന്നില്ല, നമ്മൾ ക്യാമറയിലെ റിങ്ങൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ തിളക്കമുള്ളൊരു റിങ് മാറ്റി ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിലൊന്നും വലിയ വ്യത്യാസമില്ല, ഞാൻ പറഞ്ഞ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ 1UI7 അതിൻ്റെ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. നമ്മളൊന്നിട്ട് ഇത് മിഡിൽ ഈസ്റ്റ് വെർഷനാണ്, അപ്പോൾ ഇതിലൊന്നും അപ്ഡേഷൻ കിട്ടിയിട്ടില്ല, ഇനി വരുള്ളൂ നമുക്ക്. പിന്നെ പറയണ്ട, ക്യാമറയുടെ UI അടിമുടി മാറിയിട്ടുണ്ട്, മൊത്തം മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ക്യാമറ UI കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. S24 S23 സീരീസ് അൾട്ര സീരീസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതാകുമ്പോൾ ക്യാമറ സെറ്റിങ്സുമായിട്ട് നല്ല പാടാണ്. കാരണം മേളിലെ സെറ്റിങ്സ് വരുന്നില്ല, നമ്മുടെ ഈ റേഷ്യോ ആയാലും നമ്മുടെ എക്സ്പോഷർ കൺട്രോളും മോഷൻ ഫോട്ടോസ് എല്ലാം അതിപ്പോൾ എല്ലാം കൂടെ താഴെ വന്നിട്ടുണ്ട്. അപ്പം സെറ്റപ്പ് സാധനമാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ S23 പ്ലസ്സിലാണ് വീഡിയോ എടുക്കുന്നത്. S23 പ്ലസ്സാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് വന്നിട്ട് അപ്പം വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ഇത്രയൊക്കെ ചെറിയ ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അൻറ്റിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.